Hi dear students, എല്ലാവർക്കും ഈ വീഡിയോ സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊസീജിയറാണ് ക്രോസിംഗ്. എന്താണ് ക്രോസിംഗ് എന്നും എന്തൊക്കെയാണ് അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് എന്നുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ചെക്കിന്റെ ടൈപ്സ് ഡിസ്കസ് ചെയ്ത സമയത്ത് ഓപ്പൺ ചെക്ക്, ക്രോസ്ഡ് ചെക്ക് ഇങ്ങനെ രണ്ട് ചെക്കുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്പൺ ചെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബാങ്കിന്റെ ക്യാഷ് കൗണ്ടർ വഴി ഡയറക്റ്റ് ആയിട്ട് എൻകാഷ് ചെയ്യാൻ പറ്റുന്ന ചെക്കുകളെയാണ് നമ്മൾ ഓപ്പൺ ചെക്സ് എന്ന് പറയുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്യാഷ് കൗണ്ടർ വഴി ക്യാഷ് ചെയ്യാൻ പറ്റാത്ത നമ്മുടെ അക്കൗണ്ട് വഴി മാത്രം നമ്മുടെ അക്കൗണ്ടിലേക്ക് അയച്ച് ബാങ്കർ ത്രൂ മാത്രം വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ചെക്കുകളെയാണ് നമ്മൾ ക്രോസ്ഡ് ചെക്കുകൾ എന്ന് പറയുന്നത്. എന്താണ് ക്രോസിംഗ് എന്ന് നമുക്ക് ആദ്യം നോക്കി നോക്കാം. Closing of a check is nothing but instructing the banker to pay the specified sum through the banker only. ഒരു ചെക്കില് ആ ചെക്കിന്റെ ക്യാഷ് ബാങ്കർ ത്രൂ മാത്രം വിഡ്രോ ചെയ്യാൻ പറ്റുന്ന തരത്തില് ആ ചെക്കില് ഒരു ചെറിയ പ്രൊസീജിയർ നമ്മൾ കീപ്പ് ചെയ്യുന്ന രീതിയാണ് ക്രോസിംഗ് എന്ന് പറയാം. The amount on the check has to be deposited directly to the bank account of the payee. ആർക്കാണോ ഇതിന്റെ പൈസ കിട്ടേണ്ടത് അയാളുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാണ് ഇങ്ങനെയുള്ള ക്രോസ്ഡ് ചെക്കുകളിൽ ചെയ്യാൻ. എന്താണ് ക്രോസിംഗിൽ നമ്മൾ ചെയ്യുന്നത്? ഇറ്റ് ഈസ് നോട്ട് ഇൻസ്റ്റന്റ്ലി എൻകാഷ്ഡ് ബൈ ദി ഹോൾഡർ പ്രസന്റ് ഇൻ ദ ചെക്ക് അറ്റ് ദ ബാങ്ക് കൗണ്ടർ. ഇഫ് എനി ചെക്ക് കണ്ടെയ്ൻസ് സച്ച് ആൻ ഇൻസ്ട്രക്ഷൻ ഇറ്റ് ഈസ് കാൾഡ് എ ക്രോസ്ഡ് ചെക്ക്. എന്ന് പറഞ്ഞാൽ ക്യാഷ് കൗണ്ടർ വഴി എൻകാഷ് ചെയ്യാൻ കഴിയില്ല എന്ന് ആ ചെക്കിൽ എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ ആ ചെക്കിനെ നമ്മൾ ക്രോസ്ഡ് ചെക്ക് എന്നാണ് പറയാം. ദ ക്രോസിംഗ് ഓഫ് എ ചെക്ക് ഈസ് ഡൺ ബൈ മേക്കിംഗ് ടു ട്രാൻസ്വേഴ്സ് പാരലൽ ലൈൻസ് അറ്റ് ദ ടോപ്പ് ലെഫ്റ്റ് കോർണർ അക്രോസ് ദ ഫേസ് ഓഫ് എ ചെക്ക്. അതായത് ചെക്കിന്റെ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള രണ്ട് പാരലൽ ലൈൻസ് വരയ്ക്കുന്ന ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ ക്രോസിംഗ് എന്ന് പറയുന്നത്. ക്രോസിംഗ് ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ഡിഫറെന്റ് ടൈപ്സ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്രോസിംഗില് ഒന്നാമത്തെ ടൈപ്പ് ജനറൽ ക്രോസിംഗ് ആണ്. ജനറൽ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ when across the face of a check two transverse parallel lines are drawn at the top left corner along with the words and company. ആൻഡ് കമ്പനി എന്ന വേർഡ്സ് നമ്മൾ ഈ ലൈൻസിന് ഇടയിൽ എഴുതുന്നുണ്ടെങ്കിൽ ബിറ്റ്വീൻ ദ ടു ലൈൻസ് വിത്ത് ഓർ വിത്തൗട്ട് യൂസിങ് ദ വേർഡ്സ് നോട്ട് നെഗോഷ്യബിൾ. നോട്ട് നെഗോഷ്യബിൾ എന്നുള്ള വേർഡ് അതുകൂടി നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, അങ്ങനെ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യാം. വെൻ എ ചെക്ക് ഈസ് ക്രോസ്ഡ് ഇൻ ദിസ് വേ ഇറ്റ് ഈസ് കോൾഡ് എ ജനറൽ ക്രോസിംഗ്. ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെക്ക് ക്രോസ് ചെയ്യുന്നത് രണ്ട് പാരലൽ ലൈൻസ് ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ വരച്ചിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ വരക്കുമ്പോൾ അതിനിടയിൽ ആൻഡ് കമ്പനി എന്നോ നോട്ട് നെഗോഷ്യബിൾ എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഉപയോഗിക്കാതിരിക്കാം. ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ജനറൽ ക്രോസിംഗ് എന്നാണ് പറയുക. ചെക്ക് ഈസ് ക്രോസ് ജനറലി വെൻ ഇറ്റ് ഹാസ് ടു ട്രാൻസ്വേഴ്സ് പാരലൽ ലൈൻസ് മാർക്ക്ഡ് അക്രോസ് ഇറ്റ്സ് ഫേസ്. അതിന്റെ ഫേസിൽ രണ്ട് പാരലൽ ലൈന് വരച്ചിട്ടുണ്ടാവുക. ഓർ ഇറ്റ് ബിയേഴ്സ് an abbreviation ആൻഡ് കമ്പനി. നമ്മൾ ആ കമ്പനിയുടെ ഒരു സ്പെസിഫിക് കമ്പനിയുടെ നെയിം അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുക. ആൻഡ് കമ്പനി ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ് അങ്ങനെ നമ്മൾ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. ഇറ്റ് ബിയേഴ്സ് ദ വേർഡ്സ് നോട്ട് നെഗോഷ്യബിൾ ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ്. ആ ടു പാരലൽ ലൈൻസിൽ നോട്ട് നെഗോഷ്യബിൾസ് എന്നുണ്ടാവുക. ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അതിനെ നമ്മൾ ജനറൽ ക്രോസിംഗ് എന്നാണ് പറയുക. എങ്ങനെയൊക്കെ ജനറൽ ക്രോസിംഗ് നടത്താന്നുള്ളതിന്റെ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് പാരലൽ ലൈൻ വരക്കാം, രണ്ട് പാരലൽ ലൈനിനുള്ളിൽ ആൻഡ് കമ്പനി എന്ന് മെൻഷൻ ചെയ്യാം, അക്കൗണ്ട് പേ എന്ന് മെൻഷൻ ചെയ്യാം, നോട്ട് നെഗോഷ്യബിൾ എന്ന് മെൻഷൻ ചെയ്യാം. ഇങ്ങനെയൊക്കെയുള്ള പ്രൊസീജിയർ ഒരു ചെക്കിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ചെക്കിൽ നമ്മൾ ജനറൽ ക്രോസിംഗ് നടത്തിയിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. രണ്ടാമത്തെ ടൈപ്പ് ക്രോസിംഗ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ക്രോസിംഗ് ആണ്. The check must contain the name of the banker. It may be made only once.
The effect of this crossing is that the check must be paid only to the banker to whom it is crossed. സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ രണ്ട് പാരലൽ ലൈൻ വരയ്ക്കുന്നതിൻ്റെ കൂടെ അതിനിടയിൽ ബാങ്കിന്റെ നെയിം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ സ്പെഷ്യൽ ക്രോസിംഗ് എന്നാണ് പറയാം. ഇതിന്റെ എഫക്റ്റ് പറയുന്നത് എന്താണ്? ആ ഒരു ഏത് ബാങ്കിന്റെ നെയിം ആണോ അതിൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്, then that check must be paid only to that banker. അതായത് ആരുടെ പേരാണോ ആ ബാങ്കിൽ എഴുതിയിട്ടുള്ളത് ആ ബാങ്കിന് മാത്രമാണ് ആ ചെക്ക് ക്യാഷ് ആക്കാൻ പറ്റുന്നത്. പ്ലീസ് നോട്ട് ദാറ്റ് സ്പെഷ്യൽ ക്രോസിംഗ് കനോട്ട് ബി കൺവേർട്ടഡ് ഇൻ ടു ജനറൽ ക്രോസിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞ ജനറൽ ക്രോസിംഗിലേക്ക് സ്പെഷ്യൽ ക്രോസിംഗ് നടത്തിയിട്ടുള്ള ഒരു ചെക്ക് ഒരിക്കലും കൺവേർട്ട് ചെയ്യാനായിട്ട് കഴിയില്ല. സ്പെഷ്യൽ ക്രോസിംഗിന്റെ ഒരു സ്പെസിഫിൻ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നമ്മൾ രണ്ട് പാരലൽ ലൈൻസിന്റെ ഇടയിൽ ബാങ്കിന്റെ നെയിം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാത്തലിക് സിറിയൻ ബാങ്ക് അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക്, ഇങ്ങനെ ഏത് ബാങ്ക് ആണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ ബാങ്കിന്റെ നെയിം അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഉള്ള വേണമെങ്കിൽ അതിന്റെ കൂടെ നോട്ട് നെഗോഷ്യബിൾ എന്നൊക്കെ ചേർക്കാം, അക്കൗണ്ട് പേ എന്ന് ചേർക്കാം. ബാങ്കിന്റെ നെയിം ഇൻക്ലൂഡഡ് ആണെങ്കിൽ അത് സ്പെഷ്യൽ ക്രോസിംഗ്. ടൈപ്പ് ഓഫ് ക്രോസിംഗ് is not negotiable crossing. When the words not negotiable is mentioned in between two transverse parallel lines, indicating that the check can be transferred, but the transferee will not be able to have a better title to the check. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെക്ക് എന്ന് പറയുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. ബട്ട് ഒരു ചെക്കിന്റെ മുകളിൽ നോട്ട് നെഗോഷ്യബിൾ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ ജനറൽ ക്രോസിംഗിലും സ്പെഷ്യൽ ക്രോസിംഗിലും ഒക്കെ പറഞ്ഞ പോലെ അതിലൊക്കെ വേണമെങ്കിൽ നോട്ട് നെഗോഷ്യബിൾ എന്ന് ചേർക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോട്ട് നെഗോഷ്യബിൾ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ ഒരു ചെക്ക് ആർക്കെങ്കിലും നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാൻസ്ഫറിക്ക് ആർക്കാണോ ആ ചെക്ക് കിട്ടിയത് അയാൾക്ക് ഒരിക്കലും അതിന്റെ ടൈറ്റിൽ കിട്ടില്ല. എന്ന് പറഞ്ഞാൽ ആ ചെക്ക് അയാൾക്ക് എൻകാഷ് ചെയ്യാൻ അയാളുടെ ഉടമസ്ഥതയിൽ അയാളുടെ പൊസഷനിലുള്ള ഒരു ചെക്കായിട്ട് ഒരിക്കലും മാറില്ല. ദ ചെക്ക് മസ്റ്റ് ബി ക്രോസ്ഡ് ജനറലി ഓർ സ്പെഷ്യലി എന്ന് പറഞ്ഞാൽ ഈ നോട്ട് നെഗോഷ്യബിൾ ചെക്ക് എന്ന് പറയുന്നത് ഒന്നുകിൽ ജനറൽ ക്രോസിംഗ് നടത്തിയ അല്ലെങ്കിൽ സ്പെഷ്യൽ ക്രോസിംഗ് നടത്തിയ ചെക്ക് ആയിരിക്കണം. അപ്പോൾ ശരിക്കും നോട്ട് നെഗോഷ്യബിൾ ചെക്ക് ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ജനറൽ ക്രോസിംഗിൽ നോട്ട് നെഗോഷ്യബിൾ എന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് നടത്തിയ ചെക്കും കൂടിയാണ്. സ്പെഷ്യൽ ക്രോസിംഗ് നടത്തിയതാണെങ്കിലും അതിൽ നോട്ട് നെഗോഷ്യബിൾ എന്നുള്ള ടേം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് നടത്തിയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്രോസിംഗ് എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റീവ് ക്രോസിംഗ് ആണ്. ഇതിന് നമ്മൾ സാധാരണഗതിയിൽ അക്കൗണ്ട് പേയി ക്രോസിംഗ് എന്ന് കൂടി പറയാറുണ്ട്. വെൻ in between the two transverse parallel lines the words account pay is written across the face of the check, then such a crossing is called restrictive crossing. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കേസിൽ ജനറൽ ക്രോസിംഗിലൊക്കെ സാധാരണ അക്കൗണ്ട് പേ എന്ന് കാണിക്കാറുണ്ട്, സ്പെഷ്യൽ ക്രോസിംഗിലും അക്കൗണ്ട് പേ എന്ന് കാണിക്കാറുണ്ട്. അങ്ങനെ അക്കൗണ്ട് പേ എന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞ ഒരു ചെക്ക് ആണെങ്കിൽ അതിൽ ശരിക്ക് ഒരു റെസ്ട്രിക്ഷൻ ആണ്. ഇൻ ദിസ് കേസ് ദ ചെക്ക് ക്യാൻ ബി ക്രെഡിറ്റഡ് ടു ദി അക്കൗണ്ട് ഓഫ് ദി സ്റ്റേറ്റഡ് പേഴ്സൺ ഓൺലി. ആ ചെക്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ആളുടെ പേരിലെ അയാളുടെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് മാത്രമേ ആ ചെക്കിന്റെ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുള്ളൂ. അപ്പൊ അവിടെ റെസ്ട്രിക്ഷൻ ആണ്. അക്കൗണ്ട് പേയി ഓൺലി എന്നുള്ളത് ഒരു റെസ്ട്രിക്ഷൻ ആണ്. അതുകൊണ്ടാണ് ഇതിനെ റെസ്ട്രിക്റ്റീവ് ക്ലോസിംഗ് എന്ന് പറയുന്നത്. മേക്കിംഗ് ഇറ്റ് നോൺ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. അവിടെ ശരിക്കും പറഞ്ഞാൽ അത് നോൺ നെഗോഷ്യബിളും കൂടി ആക്കി മാറ്റണം. അപ്പൊ നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്രോസിംഗ് ആയിട്ട് ഇതിനെ പറയുന്നു എന്നേ ഉള്ളൂ. ആദ്യം പറഞ്ഞ ജനറൽ ക്രോസിംഗിലും സ്പെഷ്യൽ ക്രോസിംഗിലും നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗിലും ഒക്കെ നമ്മൾ സാധാരണ അക്കൗണ്ട് പേ എന്ന് കാണിക്കാറുണ്ട്. അങ്ങനെ അക്കൗണ്ട് പേ എന്ന് കാണിച്ചാൽ അതിൽ റെസ്ട്രിക്റ്റീവ് ക്രോസിംഗും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ദ ലാസ്റ്റ് ടൈപ്പ് ഓഫ് ക്രോസിംഗ് ഈസ് ഡബിൾ ക്രോസിംഗ് ആണ്. Double crossing is when a bank to whom the check crossed specially further submits the same to another bank. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ
സ്പെഷ്യൽ ക്രോസിംഗ് നടത്തിയ, അതായത് ഒരു സ്പെസിഫിക് ബാങ്കിന്റെ പേര് മെൻഷൻ ചെയ്തിട്ടുള്ള ചെക്ക് മറ്റൊരു ബാങ്കിലേക്ക് കളക്ഷന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഒന്നുകൂടി മറ്റൊരു ബാങ്കിന്റെ പേര് കൂടി അതിൽ മെൻഷൻ ചെയ്ത് വീണ്ടും ക്രോസ് ചെയ്യുകയാണെങ്കിൽ, ഇൻ ദിസ് സിറ്റുവേഷൻ ദ സെക്കൻഡ് ക്രോസിംഗ് ഷുഡ് ഇൻഡിക്കേറ്റ് ദാറ്റ് ഇറ്റ് ഈസ് സെർവിംഗ് ആസ് എൻ ഏജന്റ് ഓഫ് ദ പ്രയർ ബാങ്കർ ടു ഹും ദ ചെക്ക് വാസ് സ്പെഷ്യലി ക്രോസ്ഡ്. ആദ്യമായിട്ട് സ്പെഷ്യൽ ക്രോസിംഗ് നടത്തിയ ഒരു ചെക്ക്, ആ ചെക്ക് വീണ്ടും മറ്റൊരു ബാങ്കിലേക്ക്, ഈ പറഞ്ഞ ബാങ്ക് ഇപ്പോൾ ഒരു ഏജന്റ് ആയിട്ട്, കളക്ഷൻ ഏജന്റ് ആയിട്ട് നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ ബാങ്കിൽ നിന്ന് ഈ ചെക്കിന്റെ ക്യാഷ് എൻകാഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ഡബിൾ ക്രോസിംഗ് നടത്തുകയാണ്. രണ്ടാമത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേര് മെൻഷൻ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ക്രോസിംഗ് നടത്തിയിട്ടുള്ള ഒരു ചെക്ക് സ്റ്റേറ്റ് ബാങ്ക് എന്ത് ചെയ്യുന്നു, മറ്റൊരു ബാങ്കിലേക്ക്, പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് ഡബിൾ ക്രോസ് ചെയ്തിട്ട്, പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ ക്രോസിംഗ് വീണ്ടും നടത്തിയിട്ട് ആ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് വെച്ചാൽ ഈ ചെക്ക് കളക്ട് ചെയ്യാനുള്ള ഒരു ഏജന്റിന്റെ പൊസിഷനിലാണ് ഉണ്ടാവുക. അപ്പോ SBI വീണ്ടും ഇതിനെ ക്രോസ് ചെയ്യുന്നത് കൊണ്ട് ഇതൊരു ഡബിൾ ക്രോസിംഗ് ആണ്. എന്ന് പറഞ്ഞാല് സ്പെഷ്യൽ ക്രോസിംഗ് 2 തവണ നടത്തിയ ഒരു ചെക്കില് നടത്തിയിരിക്കുന്ന ക്രോസിങ്ങിനെ നമ്മൾ ഡബിൾ ക്രോസിംഗ് എന്നാണ് പറയുന്നത്. നമ്മളിവിടെ 5 തരത്തിലുള്ള ക്രോസിംഗ് ആണ് പറഞ്ഞത്: ജനറൽ, സ്പെഷ്യൽ, നോട്ട് നെഗോഷ്യബിൾ, റെസ്ട്രിക്റ്റീവ് ഓർ അക്കൗണ്ട് പേയി, ഡബിൾ. ഇങ്ങനെയുള്ള 5 തരത്തിലുള്ള ക്രോസിംഗ് ആണ്. ഇതിൽ നമ്മൾ നേരത്തെ കണ്ടുള്ള ആശയങ്ങൾ പിടികിട്ടി എന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.